നെക്സ്റ്റ് സബ് ടോപ്പിക് ദ ആർട്ടിക്കുലേറ്ററി സിസ്റ്റം. ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചാരണമാണ്. ആർട്ടിക്കുലേറ്ററി സിസ്റ്റം മീൻസ് ഉച്ചാരണ ശബ്ദമായിട്ടുള്ള ആ സിസ്റ്റം അല്ലെങ്കിൽ അവയവങ്ങളാണ് ആർട്ടിക്കുലേഷൻ. അപ്പോൾ ആർട്ടിക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സബ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ആർട്ടിക്കുലേറ്ററി സിസ്റ്റം കംപ്രൈസസ് മീൻസ് കൺസിസ്റ്റ് ഓഫ്. ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ദ റൂഫ് ഓഫ് ദി മൗത്ത്, വായുടെ മേൽക്കൂരയാണ് റൂഫ് ഓഫ് ദി മൗത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ദ ടങ് നേരത്തെ പറഞ്ഞു, ഇനി എപ്പോഴും റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല. ദ ടങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കുലേറ്ററി ഓർഗൻ. ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കുലേറ്ററി ഓർഗൻ അല്ലെങ്കിൽ ആർട്ടിക്കുലേഷൻ ഓർഗൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടങ് ആണ്. ദ ലിപ്സ് മീൻസ് അപ്പർ ലിപ്സ് ആൻഡ് ലോവർ ലിപ്സ്. നമുക്ക് നോക്കി പോവാം. ദ ലോവർ ലിപ്പ് ഈസ് ദ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ. എപ്പോഴും ശ്രദ്ധിക്കുക, സംസാരത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നത് ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും ആവർത്തിക്കും. ഈ ഒരു ഓഡിയോ കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവണം. ഓക്കെ, അപ്പോൾ ദ റൂഫ് ഓഫ് ദി മൗത്ത്, ദ ടങ്, ദ ലിപ്സ്, ദ ടീത്ത് ആൻഡ് ദ നോസ്. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കുലേറ്ററി സിസ്റ്റം കംപ്രൈസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ടങ്, റൂഫ് ഓഫ് ദി മൗത്ത്, അതോടൊപ്പം തന്നെ ലിപ്സ്, നോസ്, ടീത്ത്. ഓക്കെ, പിന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഉച്ചാരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അവയവങ്ങൾ ഇതൊക്കെയാണ്. അടുത്തത് നോക്കാം. ദ റൂഫ് ഓഫ് ദി മൗത്ത് കംപ്രൈസസ്. ദ റൂഫ് ഓഫ് ദി മൗത്ത് കംപ്രൈസസ് ഡാഷ്. റൂഫ് ഓഫ് ദി മൗത്തിൽ ഏതൊക്കെയാണുള്ളത് നോക്കാം. ദ ടീത്ത് റിഡ്ജ്, പല്ലും മോണയും കൂടിച്ചേരുന്ന സ്ഥലമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ദ ടീത്ത് റിഡ്ജ്. അതിൻ്റെ മറ്റൊരു പേരാണ് ആൽവിയോലം അല്ലെങ്കിൽ ആൽവിയോലാർ റിഡ്ജ്. ഓർമ്മിക്കട്ടോ. ഇത് കേൾക്കുന്ന അവസരത്തിൽ ഒരു നോട്ട്ബുക്കും പേനയും എപ്പോഴും അടുത്ത് വെക്കുക. അഡീഷണൽ ആയിട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അപ്പം നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ടീത്ത് റിഡ്ജിന്റെ മറ്റൊരു പേര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽവിയോലാർ റിഡ്ജ്. ALVEOLAR, ആൽവിയോലാർ റിഡ്ജ് അല്ലെങ്കിൽ ആൽവിയോലം. ഓക്കെ, ഒന്നത്. ദ ഹാർഡ് പാലറ്റ്. ഹാർഡ് പാലറ്റ് എന്ന് പറഞ്ഞാൽ മേൽവരി പല്ല് കഴിഞ്ഞ് ഉള്ള ഏരിയ. കുറച്ചൊന്ന് നാവ് കൊണ്ടൊന്ന് സ്പർശിച്ച് നോക്കുക. മേൽവരി പല്ല് കഴിഞ്ഞുള്ള ഉൾഭാഗം ഹാർഡ് ആയിട്ടുള്ള ഒരു ഏരിയ കാണാൻ പറ്റും. ദറ്റ് ഈസ് നോൺ ആസ് ഹാർഡ് പാലറ്റ്. ഓക്കെ, പിന്നെ നാക്ക് പുറകിലേക്ക് കൊണ്ടുപോയി നോക്കാം. നിങ്ങൾക്ക് റൂഫ് ഓഫ് ദി മൗത്ത് ബിക്കംസ് സോഫ്റ്റ് ആൻഡ് ഫ്ലഷി. ഓക്കെ, ഫ്ലഷി മീൻസ് മാംസളമായിട്ട് മാറുന്ന ഒരു ഏരിയ കാണാൻ പറ്റും. ദറ്റ് ഈസ് നോൺ ആസ് സോഫ്റ്റ് പാലറ്റ് ഓർ അതർവൈസ് വീലം. ഓർമ്മിക്കുക, സോഫ്റ്റ് പാലറ്റിന്റെ മറ്റൊരു പേരാണ് വീലം. ഓക്കെ, ആൻഡ് ദ യുവ്യൂല, അതായത് കണ്ണാടിക്ക് മുമ്പിൽ എന്ന് പറഞ്ഞിട്ട് വളരെ മലർക്കെ തുറഞ്ഞ് പുറകോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കുറുനാക്ക് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. ചെറിയൊരു സാധനം തൂങ്ങി കിടക്കുന്നതാണ്, അതിന്റെ പേരാണ് യുവ്യൂല. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നോക്കാം, ശരിക്കും ശ്രദ്ധിക്കാം. അപ്പോൾ ദ റൂഫ് ഓഫ് ദി മൗത്ത് കംപ്രൈസസ് ഡാഷ്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുകയാണ്. ദ റൂഫ് ഓഫ് ദി മൗത്ത് കംപ്രൈസസ് ഡാഷ്. വായുടെ മേൽക്കൂര റൂഫ് ഏതൊക്കെ ഭാഗങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു അതിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ടീത്ത് റിഡ്ജ്. അതിന്റെ മറ്റൊരു പേരെന്താണ്? ആൽവിയോലം അല്ലെങ്കിൽ ആൽവിയോലാർ റിഡ്ജ്. ഓക്കെ, രണ്ടാമത്തെ ആ ഭാഗത്തിൽ എന്താണ്? ഹാർഡ് പാലറ്റ്. മൂന്ന് എന്താണ്? ദ സോഫ്റ്റ് പാലറ്റ്. ദ സോഫ്റ്റ് പാലറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വീലം. പിന്നെ എന്താണ്? യുവ്യൂല. ഇത്രയും ഭാഗങ്ങളാണ് ഏത്? ദ റൂഫ് ഓഫ് ദി മൗത്തിലുള്ളത്. നെക്സ്റ്റ് നോക്കാം. ആ റൂഫ് ഓഫ് ദി മൗത്തിനെ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാണ്. ടീത്ത് റിഡ്ജ്. എന്താ ടീത്ത് റിഡ്ജ് നോക്കാം, ശരിക്കും നോക്കാം. ദ കോൺവെക്സ് ബോണി പാർട്ട് ഓഫ് ദി റൂഫ് ഓഫ് ദി മൗത്ത്. ദ കോൺവെക്സ് ബോണി, അല്പ കോൺവെക്സ് ആകൃതിയിൽ അല്പ ബോണി ആയിട്ടുള്ള അല്പ ടഫ് ആയിട്ടുള്ള എല്ല് പോലെ തോന്നിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ശരിക്കും ശ്രദ്ധിക്കാം. ദ കോൺവെക്സ് ബോണി പാർട്ട് ഓഫ് ദി റൂഫ് ഓഫ് ദി മൗത്ത് വിച്ച് ലൈസ് ഇമ്മീഡിയറ്റ്ലി ബിഹൈൻഡ് ദ അപ്പർ ഫ്രണ്ട് ടീത്ത്. ദാറ്റ് ബോണി പാർട്ട്, ദാറ്റ് കോൺവെക്സ് ബോണി പാർട്ട് ലൈസ് കിടക്കുന്ന എവിടെയാണ്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫ്രണ്ട് ടീത്ത്. മേൽവരി പല്ലിന്റെ തൊട്ട് പുറകിലുള്ള അല്പം കോൺവെക്സ് ആയിട്ട് ഹാർഡായിട്ട് കിടക്കുന്ന ആ ഏരിയ ഈസ് കോൾഡ് ദ ടീത്ത് റിഡ്ജ്. അതാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ടീത്ത് റിഡ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്
alveolar ridge or alveolum. അതിൻ്റെ മറ്റൊരു പേര് ഞാൻ പല പ്രാവശ്യം ആവർത്തിക്കുന്നു, ശരിക്കും ഓർമ്മിക്കാം. ടീത്ത് റിഡ്ജിന്റെ മറ്റൊരു പേരാണ് ആൽവിയോലാർ റിഡ്ജ് അല്ലെങ്കിൽ ആൽവിയോലം. ഒന്നുകൂടെ ടീത്ത് റിഡ്ജ് ഒന്നുകൂടെ ശരിക്കും ശ്രദ്ധിക്കാം. The convex bony part of the roof of the mouth which lies immediately behind the upper front teeth is called dash. That is teeth ridge. It is also known as alveolum or alveolar ridge. Okay, next question നോക്കാം. The hard palate. നമ്മൾ റൂഫ് ഓഫ് ദി മൗത്തിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ്. ടീത്ത് റിഡ്ജ് കഴിഞ്ഞു, അടുത്ത എന്താണ്? ഹാർഡ് പാലറ്റ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ടീത്ത് റിഡ്ജ്. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ടീത്ത് റിഡ്ജ്, ടീത്ത് റിഡ്ജിന്റെ തൊട്ട് പുറകിലുള്ള വശം, ദി റൂഫ് ഓഫ് ദി മൗത്ത് ബിക്കംസ് കോൺകേവ്. Immediately after the teeth ridge, the roof of the mouth becomes concave. ഒരു ഉള്ളിലേക്ക് ഒരു അറയായിക്കൊണ്ട് ഒരു ഗുഹ പോലെ അങ്ങോട്ട് താഴ്ന്നിറങ്ങി പോവുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാർഡ് ആൻഡ് ബോണി. ആ ഏരിയ ശരിക്കും നാക്കുകൊണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടീത്ത് റിഡ്ജ് മേൽവരി പല്ലും മോണയും കൂടെ കൂടിച്ചേരുന്ന ഏരിയ ആണ് ടീത്ത് റിഡ്ജ് അല്ലെങ്കിൽ ആൽവിയോലം. അത് കഴിഞ്ഞ് നാക്ക് കുറച്ച് പുറകിലേക്ക് കൊണ്ടുപോയി നോക്കൂ. ദാറ്റ് ഏരിയ ബിക്കംസ് ഹാർഡ് ആൻഡ് ബോണി. ദിസ് ബോണി കോൺകേവ് സർഫേസ്. ഓർമ്മിക്കാം, ദിസ് ബോണി കോൺകേവ് സർഫേസ്. സർഫേസ് എന്നാണ് പറയാ, പക്ഷെ പ്രൊനൗൺസിയേഷൻ സർഫേസ്. ഓക്കെ, ദിസ് ബോണി കോൺകേവ് സർഫേസ് ഈസ് കോൾഡ് ദ ഹാർഡ് പാലറ്റ്. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? ഹാർഡ് പാലറ്റ്. ഒന്നുകൂടെ ശരിക്കും ശ്രദ്ധിക്കാം. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ടീത്ത് റിഡ്ജ്, ടീത്ത് റിഡ്ജിന് തൊട്ട് പുറകിലുള്ള ഏരിയ, ദ റൂഫ് ഓഫ് ദി മൗത്ത് ബിക്കംസ് കോൺകേവ്. ആ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂഫ് ഓഫ് ദി മൗത്ത് എന്തായിട്ട് മാറും? കോൺകേവ് ആയിട്ട് മാറും. ആൻഡ് ഇറ്റ് ഈസ് ഹാർഡ് ആൻഡ് ബോണി. ആ ഏരിയ തീർച്ചയായിട്ടും അല്പം കഠിനവും ബോണിയും ആയിട്ടാണ്. ദ ബോണി കോൺകേവ് സർഫേസ്. ശരിക്കും ഓർമ്മിക്കാം, ദ ബോണി കോൺകേവ് സർഫേസ് ഈസ് കോൾഡ് ദ ഹാർഡ് പാലറ്റ്. അപ്പൊ എന്ത് ചെയ്തു? ടീത്ത് റിഡ്ജ് കഴിഞ്ഞു, ഹാർഡ് പാലറ്റ് കഴിഞ്ഞു. ഇനി ദ സോഫ്റ്റ് പാലറ്റ്. ദ സോഫ്റ്റ് പാലറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വീലം. എപ്പോഴും ശ്രദ്ധിക്കുക, സോഫ്റ്റ് പാലറ്റിന്റെ മറ്റൊരു പേരാണ് എന്ത്? വീലം. VELUM. ദ ഫ്ലഷി സ്ട്രക്ചർ. ഫ്ലഷി മീൻസ് മാംസളമായിട്ടുള്ള. വാ ശരിക്കും നിവർത്തി തുറന്നിട്ട് കണ്ണാടിക്ക് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ആ മാംസളമായിട്ടുള്ള ഏരിയ നമുക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ക്ലിയർലി സീ. ഓക്കെ, ദ ഫ്ലഷി സ്ട്രക്ചർ ഹാങ്ങിങ് ലൂസ് അറ്റ് ദ എക്സ്ട്രീം എൻഡ് ഓഫ് ദി റൂഫ് ഓഫ് ദി മൗത്ത്. റൂഫ് ഓഫ് ദി മൗത്തിന്റെ അങ്ങേ തലക്ക് എക്സ്ട്രീം എൻഡിൽ ഫ്ലഷി ആയിട്ടുള്ള ഒരു ഏരിയ എങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം, ക്ലാസ് കേട്ടതിന് ശേഷം കണ്ണാടിക്ക് മുമ്പിൽ വാ ഒന്ന് എന്ത് ചെയ്യുക? മലർക്കെ തുറന്നു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈസ് കോൾഡ്. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക, സോഫ്റ്റ് പാലറ്റ് ഏതാന്നുള്ളത് ഒന്നുകൂടെ ശരിക്കും ശ്രദ്ധിക്കാം. ദ സോഫ്റ്റ് പാലറ്റിന് ദ ഫ്ലഷി സ്ട്രക്ചർ ഹാങ്ങിങ് ലൂസ് അറ്റ് ദ എക്സ്ട്രീം ഓഫ് ദ റൂഫ് ഓഫ് ദി മൗത്ത് ഈസ് കോൾഡ് ദ യൂവില. ശരിക്കും അതായത് റൂഫ് ഓഫ് ദി മൗത്ത് ഹാർഡ് പാലറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആവും. അതാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സോഫ്റ്റ് പാലറ്റ്. അതും കഴിഞ്ഞ് എക്സ്ട്രീം എൻഡിൽ ചെറിയ ഒരു ചെറുവിരൽ പോലെ ഒരു സാധനം തൂങ്ങിക്കിടക്കുന്നത് കാണാൻ പറ്റും. ചെറിയ വിരൽ പോലെ. അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? യൂവില. അപ്പൊ സോഫ്റ്റ് പാലറ്റിന്റെ മറ്റൊരു പേരെന്താണ്? വീലം. ഹാർഡ് പാലറ്റ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ബിഹൈൻഡ് ദ ഹാർഡ് പാലറ്റ് see there is a fleshy or soft area which is known as soft palate or velam. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ വീലത്തിന്റെ എക്സ്ട്രീം എഡ്ജിൽ കാണപ്പെടുന്നതാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? യൂവ്യൂല, അല്ലെങ്കിൽ നമ്മളതിന് എന്ത് എന്നൊക്കെ പറയും? കുറുനാക്ക് അല്ലെങ്കിൽ ചെറിയ നാക്ക് എന്നൊക്കെ പറയും. ഓക്കെ, യൂവ്യൂല. ഇനി നോക്കാം. നെക്സ്റ്റ് നമ്മൾ അപ്പൊ കണ്ടു കഴിഞ്ഞു ഏതാണ്? ആർട്ടിക്കുലേറ്ററി സിസ്റ്റം നമ്മൾ എവിടെ എത്തി നിൽക്കുകയാണ്? സോഫ്റ്റ് പാലറ്റിൽ എന്ത് ചെയ്യാണ്? എത്തി നിൽക്കുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് വീലിക് ക്ലോഷർ? വീലിക് ക്ലോഷർ, വീലിക് ഓപ്പണിംഗ് ഒക്കെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ്? വീലവുമായിട്ട് ബന്ധപ്പെട്ടാണ് വീലിക് എന്ന് മനസ്സിലാക്കുക. വീലം മീൻസ് സോഫ്റ്റ് പാലറ്റ് ആണ്. എന്താണ് വീലിക് ക്ലോഷർ അല്ലെങ്കിൽ വീലിക് ഓപ്പണിംഗ്? അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. The closure of the nasal passage of air by raising the velum is called velic closure.
അതായത് ശരിക്കും ശ്രദ്ധിക്കുക, വീലം എന്ന് വിളിക്കപ്പെടുന്ന ഇത് റൂഫ് ഓഫ് ദി മൗത്ത് ആണെന്ന് കരുതുക. വീലം ഇങ്ങനെ എന്ത് ചെയ്യാണ്, തൂങ്ങി നിൽക്കുകയാണ്. വീലം ഇങ്ങനെ മേലോട്ട് ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ റൂഫ് ഓഫ് ദി മൗത്തിന്റെ അടുത്ത് നിന്ന് ടച്ച് ചെയ്യും. ഓക്കെ, ഇതാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വീലിക് ക്ലോഷർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വീലം താഴ്ന്നു കിടക്കുകയാണെങ്കിൽ നാസൽ പാസേജ് ഓപ്പണിംഗ് ആയിരിക്കും. വീലം ഇങ്ങനെ ഉയർന്ന് എന്ത് ചെയ്യുകയാണെങ്കിൽ റൂഫ് ഓഫ് ദി മൗത്തിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നാസൽ പാസേജ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ട് കിടക്കും. അതാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വീലിക് ക്ലോഷർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ദ ക്ലോഷർ ഓഫ് ദി നാസൽ പാസേജ്. ക്ലോഷർ മീൻസ് അടയ്ക്കലാണ്, CLOSURE. The closure of the nasal passage of air by raising the velum is called Velik closure. വീലം ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നാസൽ പാസേജ് തീർത്തും അടക്കപ്പെടും. അതാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വീലിക് ക്ലോഷർ. ഓക്കെ, what is വീലിക് ഓപ്പണിംഗ്? ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. എന്താണ്? when the velum is lowered. when the velum is, വീലം ഇങ്ങനെ താഴ്ന്നു കിടക്കുകയാണെങ്കിൽ ഓക്കെ, നാസൽ പാസേജ് തീർത്തും എന്തായിരിക്കും? വീലം ഉയർന്നു കഴിഞ്ഞാൽ നാസൽ പാസേജ് തീർത്തും എന്ത് ചെയ്യും? ബ്ലോക്ക് ആവും. വീലം താഴ്ന്നു കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നാസൽ പാസേജ് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, when the velum is lowered, ശരിക്കും ശ്രദ്ധിക്കുക, the oral passage of air is shut off or closed. വീലം താഴ്ന്നു കിടന്നു കഴിഞ്ഞാൽ ഓറൽ പാസേജ് കംപ്ലീറ്റ് ഷട്ട് ഓഫ് ചെയ്യപ്പെടും. ഷട്ട് ഓഫ്, OFF. അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത്? ഓറൽ പാസേജ് തീർത്തും കംപ്ലീറ്റ് എന്തായിട്ട് മാറും? ബ്ലോക്ക്ഡ് ആയിട്ട് മാറും. ആൻഡ് ദ നാസൽ കാവിറ്റി ഈസ് ഓപ്പൺഡ്. നാസൽ കാവിറ്റി അതായത് നോസിലൂടെ എയർ വരാനുള്ള ആ കാവിറ്റി എന്ത് ചെയ്യപ്പെടും? ഓപ്പൺ ചെയ്യപ്പെടും. ദിസ് ഈസ് കോൾഡ് വീലിക് ഓപ്പണിംഗ്. അതിൻ്റെ പേരാണ് എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? വീലിക് ഓപ്പണിംഗ്. അപ്പോൾ അവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം. ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക, വെൻ ദ വീലം ഈസ് റേസ്ഡ്, the nasal passage is blocked, and when the velum is lowered, the nasal passage is opened. അതെപ്പോഴും ശ്രദ്ധിക്കാം. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ. എന്താണ് വീലിക് ക്ലോഷർ അല്ലെങ്കിൽ വീലിക് ഓപ്പണിംഗ്? ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ദ ക്ലോഷർ ഓഫ് ദി നാസൽ പാസേജ് ഓഫ് എയർ ബൈ റേസിംഗ് ദ വീലം ഈസ് കോൾഡ് വീലിക് ക്ലോഷർ. ഓക്കെ, the velum, when the velum is lowered, the oral passage of air is shut off and the nasal cavity is opened. This is called Velik opening. Okay, next question നോക്കാം. Sounds during the production of which the air escapes only through the mouth are called. ചില ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസരത്തിൽ എയർ വായ്ക്കകത്തൂടെ മാത്രമേ പുറത്തേക്ക് പോവുകയുള്ളൂ. ശരിക്കും ശ്രദ്ധിക്കാം. ഓറൽ പാസേജിലൂടെ മാത്രം എയറിനെ പുറത്തേക്ക് തള്ളി വിട്ടുകൊണ്ട് ഉച്ചരിക്കപ്പെടുന്ന ശബ്ദങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ദാറ്റ് ഈസ് ഓറൽ സൗണ്ട്സ്. ശരിക്കും ശ്രദ്ധിക്കാം. സൗണ്ട്സ് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് ദ എയർ എസ്കേപ്സ് ഓൺലി ത്രൂ ദ മൗത്ത് ആർ കോൾഡ് ഓർ നോൺ ആസ് ഓറൽ സൗണ്ട്സ്. അപ്പോൾ ഓറൽ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസരത്തിൽ എയർ ഏതിലൂടെ മാത്രമേ പുറത്തേക്ക് പോവുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വായ്ക്കകത്തൂടെ മാത്രമേ പുറത്തേക്ക് പോവുകയുള്ളൂ. സൗണ്ട്സ് ഡ്യൂറിങ് ദ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സൗണ്ട്സ് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് ദ എയർ എസ്കേപ്സ് ഓൺലി ത്രൂ ദ നോസ് ആർ കോൾഡ് നാസൽ സൗണ്ട്സ്. ഒന്നുകൂടെ ശരിക്കും ശ്രദ്ധിക്കുക. സൗണ്ട്സ് during the production of which the air escapes only through the nose are called dash sounds, nasal sounds. മലയാളത്തിൽ നാസികങ്ങൾ എന്നാണ് പറയുക. ശരിക്കും ശ്രദ്ധിക്കാം, നാസികങ്ങൾ. There are only 3 nasal sounds in English. ശരിക്കും ശ്രദ്ധിക്കാം. മ, ന, എൻഡ്, ങ്. ഇവിടെ നിന്നൊക്കെ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓരോ മാർക്കും പ്രഷ്യസ് ആണെന്ന് കരുതുക. ഒരു മാർക്കിനൊക്കെ ആയിരിക്കും അവസരം എന്ത് ചെയ്യുക? നഷ്ടപ്പെടുക. There are only 3 nasal sounds in English. They are മ, ന, എൻഡ്, ങ്. മ, ന സാധാ സ്മോൾ ലെറ്ററിൽ സ്ലാഷിൻ്റെ ഇടയിൽ കൊടുത്തു കഴിഞ്ഞാൽ മ, ന ആയി. ങ് എന്ന് എങ്ങനെ എഴുതണം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച് ശരിക്കും ശ്രദ്ധിക്കാം. എന്തായിരുന്നാലും സൗണ്ട്സ് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് ദ എയർ എസ്കേപ്സ് ത്രൂ ദ നോസ് ആർ കോൾഡ് നാസൽ സൗണ്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻസ്. ദ നാസൽ സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ് ആർ. ശരിക്കും ശ്രദ്ധിച്ചോളൂ.
എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദ നാസൽ സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ് ആർ മ, ന, and ng. M, n and ng are the nasal sounds in English. ഇനി ഇംഗ്ലീഷിലില്ല, ശരിക്കും ശ്രദ്ധിക്കാം. പക്ഷേ ചില അപൂർവ ഭാഷകളുണ്ട്. ഏതാ ഭാഷ എന്നുള്ളത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നേരത്തെ ഇംപ്ലോസീവ്സ് പറഞ്ഞു തന്നിരുന്നു, എഴുതി വെക്കണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അതേ രീതിയിൽ സി ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് certain sounds the air partly escapes through the nose and partly escapes through the mouth. Such sounds are called nasalized sounds. But in English there is no nasalized sound. ശ്രദ്ധിക്കാം, ചില ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസരത്തിൽ എയർ ഭാഗികമായിട്ട് നോസിനുള്ളിലൂടെയും ഭാഗികമായിട്ട് വായ്ക്കുള്ളിലൂടെയും എസ്കേപ്പ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ശബ്ദങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? നാസലൈസ്ഡ് സൗണ്ട്സ്. ഇംഗ്ലീഷിൽ തിയറി ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് certain സ്പീച്ച് സൗണ്ട്സ് the air from the lungs partly escapes through the nose and partly through the mouth. Such sounds are known as nasalized sounds. But in English, ആപ്പി എന്ന് പറയുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ, ആർ ക്യാപിറ്റൽ പി ക്യാപിറ്റൽ, റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ, അതാണ് ആപ്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു ടോപ്പിക്കിന്റെ ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനത്തിൽ നമ്മൾ ആപ്പി എന്താണെന്ന് വിശദമായിട്ട് കാണും. ഇൻ ഇംഗ്ലീഷ് ആപ്പി, ദാറ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ് റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ ദർ ഈസ് നോ വാട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന നാസലൈസ്ഡ് സൗണ്ട്. പക്ഷെ ഉദാഹരണം പറയാം. നാസലൈസ്ഡ് സൗണ്ടിന് ഉദാഹരണം ശരിക്കും ശ്രദ്ധിക്കാം. The last sound in the French word born. ഒന്നുകൂടെ ശരിക്കും ശ്രദ്ധിച്ചോളൂ. The last sound in the French word born, B-O-N. born എന്ന് പറയുമ്പോൾ അവിടെ ആ മൂളൽ വരുന്നത്. born എന്നുള്ള പദത്തിനർത്ഥം ഗുഡ്, നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ ഫ്രഞ്ച് പദമായിട്ടുള്ള born, B-O-N, എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വന്നു കഴിഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല, ശരിക്കും ശ്രദ്ധിക്കാം. The last sound in the French word born, good എന്നുള്ള അർത്ഥം കിട്ടുന്ന born എന്നുള്ളതിൽ ആ മൂളിൽ വരുന്ന ശബ്ദം ഈസ് ഡാഷ്. അത് എന്തിന് ഉദാഹരണമാണ്? നാസലൈസ്ഡ് സൗണ്ട്. അപ്പൊ born എന്നുള്ള ബോൺ, മനസ്സിലായില്ലേ? ആ ശബ്ദം നാസലൈസ്ഡ് ആണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. The vowels in the Hindi words, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഫെനറ്റിക്സ് പഠിക്കുന്ന അവസരത്തിൽ ശരിക്കും ശ്രദ്ധിക്കണം. അല്പം ശ്രദ്ധ പോയി കഴിഞ്ഞാൽ എല്ലാം പാളും. ഓക്കെ, the vowels in the Hindi words, ഹിന്ദി പദങ്ങളിലുള്ള വവൽസ് ആണ്. ഇപ്പൊ സപ്പോസ് ആങ്ക്, അതിലുള്ള വവൽ സൗണ്ട്. ആങ്ക് എന്ന് പറഞ്ഞാൽ ഐ, കണ്ണ് എന്നുള്ള അർത്ഥമാണ്. and ഊന്റ് എന്ന് പറഞ്ഞാൽ കേമൽ, ഒട്ടകം എന്നുള്ള അർത്ഥമാണ്. ആർ എക്സാമ്പിൾസ് ഓഫ്, അതെന്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാസലൈസ്ഡ് സൗണ്ട്സ്. ആ രണ്ട് പദവും, ഹിന്ദിയിലെ രണ്ട് പദവും എപ്പോഴും ഓർമ്മിക്കാം. ഇംഗ്ലീഷിൽ നാസലൈസ്ഡ് സൗണ്ട് ഇല്ല എങ്കിൽ പോലും നാസലൈസ്ഡ് സൗണ്ടിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും എഴുതി വെക്കാൻ പറ്റണം. ഫ്രഞ്ച് പദമായിട്ടുള്ള ബോൺ, ശരിക്കും ശ്രദ്ധിക്കാം. ഹിന്ദി പദങ്ങളിലെ വവൽസ്, ആങ്ക് എന്നുള്ള പദത്തിലെ വവലും ഊണ്ട് എന്നുള്ള പദത്തിലെ വവലും എന്തിന് ഉദാഹരണമാണെന്ന് പറഞ്ഞിരിക്കുന്നത്? നാസലൈസ്ഡ് സൗണ്ട്സിന് എന്താണ് ഉദാഹരണം? ഓക്കെ, ഇനി നമ്മൾ വരുന്നത് ദ ടങ്.